സിറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയൻ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ഉച്ചയ്ക്ക് 2:30 മുതലായിരുന്നു ചടങ്ങുകൾ. സിറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. മെത്രാൻമാരും രൂപതാ പ്രതിനിധികളും സന്യാസ സഭ സുപ്പീരിയർമാരും പങ്കെടുത്തു. എബിൻ ജോസ് നൽകും വിവരങ്ങൾ. എബിൻ, സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായോ? കോവിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. വിശുദ്ധ ബലിയും കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ അനുമോദന സമ്മേളനമാണ് നടക്കുന്നത്. വിവിധ സഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ മേജർ ആർച്ച് ബിഷപ്പിനെ അനുമോദനം അറിയിക്കാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലങ്കര കത്തോലിക്ക സഭയുടെ കർദിനാളായ മാർ ബസേലിയോസ് ക്ലീമിസ് ബാവയാണ് അനുമോദനം അർപ്പിക്കുന്നത്. അതിന് പിന്നാലെ ലത്തീൻ സഭയുടെയും അതുപോലെ തന്നെ മറ്റ് സഹോദര സഭകളുടെ പ്രതിനിധികളും അൽമായരും ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് അനുമോദനം അർപ്പിക്കും. അതിനുശേഷമായ ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുക. ഇനി നാളെ മുതൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സിനഡ് സമ്മേളനം ചേരുകയും മറ്റ് അജണ്ടകൾ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യും. സഭയിലെ മറ്റ് വിഷയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുകയും ചെയ്യും. ശരി എബിൻ, ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് സിറോ മലബാർ സഭയ്ക്ക് പുതിയ അധ്യക്ഷനായി മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേൽക്കുന്നത്. ഏതായാലും നാളത്തെ സിനഡ് യോഗത്തിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സിനഡ് യോഗത്തിൽ ഈ കുർബാന തർക്കം ഉൾപ്പെടെ ചർച്ചയാകുമെന്നതാണ് ലഭിക്കുന്ന വിവരം. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.